ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷം അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുണ്ടായിരിക്കുക, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് LGSുമായി ബന്ധപ്പെട്ടിട്ട് 100 മാർക്കിനാണല്ലോ എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 100 മാർക്ക് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളേജിൽ നിന്ന് 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും അതായത് ഗണിതവുമായി ബന്ധപ്പെട്ട് 20 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്ക് നമുക്ക് വരുന്നത്. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും അതായത് ഗണിതവുമായി ബന്ധപ്പെട്ട് 20 മാർക്ക്. ഇതാണ് LGS എക്സാമിൻ്റെ സിലബസിലുള്ള മാർക്കിൻ്റെ ആ ഒരു ഘടന എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ഇതിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇത്രയും ഭാഗത്തിൽ നിന്നും നിങ്ങൾക്കും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് 5 മാർക്ക്. ഇപ്പോൾ ടോട്ടൽ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് അല്ലേ. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയും ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇത്രയും ഭാഗത്ത് നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. ഈ ഒരു ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെയുള്ളത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. 5 മാർക്ക്. അപ്പം ഈ ഒരു 40 അല്ലേ, പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞു 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 40 മാർക്കുകൾ ഏതൊക്കെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് കണ്ടല്ലോ നമ്മൾ. ഓരോ ഭാഗത്തു നിന്നും 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് എന്ന് തോതിൽ 40 മാർക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. അപ്പോൾ ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണല്ലേ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എവിടെ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യോത്തരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക തന്നെയാണ് നിവൃത്തിയുള്ളൂ. പിന്നെ വരുന്നത് സയൻസ് ആണ്. അപ്പോൾ സയൻസിൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ജീവശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കാണ്. അതിൽ തന്നെ ജീവശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയും ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു സയൻസിന് ടോട്ടൽ 10 മാർക്കാണ്. അപ്പോൾ 5 മാർക്ക് ഈ ഒരു ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടും, പിന്നെയുള്ള ഒരു 5 മാർക്ക് എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ രസതന്ത്രം, ഇതുമായി ബന്ധപ്പെട്ട് 5 മാർക്ക് ഉണ്ടായിരിക്കും. അതിൽ വരുന്നത് പ്രധാനമായും ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയും ഭാഗത്തു നിന്നും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ടോട്ടൽ 10 മാർക്കിന് സയൻസിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത്
പൊതുജനാരോഗ്യം, അതിൽ നിന്നും 10 മാർക്കാണ്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു ഭാഗത്ത് നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഉണ്ടായിരിക്കുക ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ 20 മാർക്കിനാണ് ഗണിതവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ 10 മാർക്ക് എന്ന് പറയുന്നത് ലഘുഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഈ ഒരു ഭാഗത്ത് നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്നുള്ളൊരു ഭാഗമാണ്. അതിൽ നിന്നും 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം അതിൽ വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇത്രയും ഭാഗത്ത് നിന്നും എന്തായിട്ടുണ്ടായിരിക്കും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ടോട്ടൽ 20 മാർക്കിനാണ് ഗണിതത്തിനും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു LGS എക്സാമിൻ്റെ സിലബസ് വരുന്നത്. ടോട്ടൽ 100 മാർക്ക് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഡിവൈഡ് ചെയ്ത് പോയതെന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടൊരു ധാരണ ഈ ഒരു ഇതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് LGSന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ച് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. ആനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് LGSുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സിലബസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം എല്ലാവരും LGSന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.